യഹൂദന്മാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ മുസ്ലിങ്ങളാണ്. 2000 യഹൂദന്മാരെ കൊന്നത് മുഴുവൻ ക്രിസ്ത്യാനിയാണ്. ഫെർണാണ്ടോ ഡിസവല്ല 2 ലക്ഷം യഹൂദന്മാരെ കൊന്നു. നെപ്പോളിയന്റെ കാലത്ത് 4 ലക്ഷം വരെ കൊന്നു. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. 2000 കൊല്ലം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നോക്കി യഹൂദന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ കൂട്ടിക്കൊന്ന് കൊല ചെയ്തുകൊണ്ടേ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ജൂസിനെ കൊന്നത് ക്രിസ്ത്യാനികളാണ്. 1.5 കോടി യഹൂദന്മാരെ കൊന്നത് ക്രിസ്ത്യാനികൾ. ഹോളോകോസ്റ്റ് സോറി പറയുന്നത്. ഹോളോകോസ്റ്റ് 60 ലക്ഷം. ഹിറ്റ്ലർ കത്തോലിക്കനായിരുന്നു. നെപ്പോളിയൻ കത്തോലിക്കനായിരുന്നു. ഫെർണാണ്ടോ ഡിസവല്ല കത്തോലിക്കനായിരുന്നു. അവർ 3 കൂടെ മാത്രം കൊന്നടക്കിയിട്ടുള്ളത് 1 കോടിയുടെ അടുത്താണ്. അമേരിക്കക്കാർ വന്ന് ഇറാഖിൽ ബോംബിട്ട് 10 ലക്ഷം വരെ കൊന്നു. അത് പീസ് കീപ്പിംഗ്. ഇറാഖികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ച് ബോംബ് പൊട്ടിച്ചാൽ അത് ടെററിസം. അഫ്ഗാനിസ്ഥാനി ക്രിസ്ത്യാനികൾ ചെന്ന് അവിടെ ഒരു 25 ലക്ഷം വരെ കൊന്നു. 1 അഫ്ഗാൻ സ്ത്രീ വിധവ സ്ത്രീയാണ്, ഭർത്താവ് കൊല്ലപ്പെട്ടാണ്. അത് നേഷൻ ബിൽഡിംഗ്. അഫ്ഗാനികൾ അവരുടെ മണ്ണിന് വേണ്ടി തിരിച്ച് ബോംബ് പൊട്ടിച്ചാൽ ടെററിസം. ഹിരോഷിമയിലും നാഗാസാക്കിലും ക്രിസ്ത്യാനി ബോംബിട്ട് 2 ലക്ഷം വരെ ബന്ധം കരിച്ച്. അപ്പോൾ ഹിരോഷിമയിൽ ബോംബിട്ടത് ക്രിസ്ത്യാനിയല്ല, അമേരിക്കക്കാർ. ഏതാ അപ്പോൾ രാജ്യത്തിന്റെ പേര് പറയും ക്രിസ്ത്യാനി ബോംബിട്ടത് ക്രിസ്ത്യാനി എന്ന് പറയുന്നില്ല. ഇവിടെയാണ് ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. ഈ പ്രൊപ്പഗണ്ട വെച്ചിട്ടാണ് ജനത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത്.